ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് PCODയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അത് ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. PCOD ഇന്ന് വളരെ സാധാരണമായിട്ട് പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സിംറ്റമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന പലതരത്തിലുള്ള ഹോർമോണൽ തകരാറുകളാണ് PCODയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് കാരണമായേക്കാവുന്നവ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കൂടുതൽ സ്ട്രെസ്സ്, ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം PCODക്ക് കാരണമായേക്കാം. ഒരു പരിധിയിൽ കൂടുതൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമായിട്ട് PCOD മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് PCOD ഉള്ളവർക്ക് വരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനെ പല തരത്തിലായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഫിസിക്കലി വരുന്ന ചേഞ്ചസ് ആണ്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ. രണ്ടാമത് മാനസികമായിട്ടും നമ്മുടെ വൈകാരികമായിട്ടും നമുക്ക് മുൻപത്തെ പോലെ അല്ലാതെ ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യാറുണ്ട് പൊതുവേ PCOD ഉള്ളവർക്ക്. മൂന്നാമത് മെറ്റബോളിക് ചേഞ്ചസ് എന്ന് പറയും. PCOD ഒരു മെറ്റബോളിസം തകരാറിലാവുന്ന ഒരു അസുഖം കൂടെയാണ്. അതുകൊണ്ട് മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കാത്തത് കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളും PCODക്കാരിൽ കാണാറുണ്ട്. നാലാമത് റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ്, അതായത് ഒരു കല്യാണത്തിനൊക്കെ ശേഷം കുട്ടികളാവാനുള്ള താമസം വരിക, പ്രഗ്നൻ്റ് ആയാലും അത് ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ പോലത്തെ സംഭവങ്ങൾ വരിക, കൃത്യമായിട്ട് ഓവുലേഷൻ വരാതിരിക്കുക, അതുപോലെ ഇതിലുള്ള റീപ്രൊഡക്റ്റീവ് ചലഞ്ചസും PCODയിൽ സാധാരണമാണ്. ഫിസിക്കൽ ചേഞ്ചസിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറഗുലർ മെൻസ്ട്രുവൽ സൈക്കിളാണ്. അതായത് ആർത്തവത്തിന് ക്രമം തെറ്റിയുള്ള ആർത്തവം. അത് പലതരത്തിലാവാം. ഇടയ്ക്കിടയ്ക്ക് രക്തസ്രാവം വരുന്നതാവാം, വളരെ താമസിച്ചുള്ള ആർത്തവമാകാം. ഒരു പ്രാവശ്യം മെൻസസ് ബ്ലീഡിങ് വന്നാലും അത് വളരെ ദിവസത്തേക്ക് 10-20 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നതാവാം. അങ്ങനെ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് PCOD ലക്ഷണങ്ങളായിട്ട് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെട്ട് വരാറുണ്ട്. രണ്ടാമത് വെയ്റ്റ് ഗെയിൻ, അമിതമായിട്ടുള്ള ഭാരം കൂടുതലാണ് ഒരു 70% PCODക്കാരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അതായത് എന്തൊക്കെ ചെയ്താലും, എത്രമാത്രം ഡയറ്റ് എടുത്താലും എക്സസൈസ് ചെയ്താലും ഒന്നും കുറയാതെ അതേ രീതിയിൽ വെയിറ്റ് നിലനിൽക്കുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ മാറ്റങ്ങൾ കൃത്യമാവാതെ വെയിറ്റ് കുറയുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഹോർമോൺസിനെ കൃത്യമാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താലേ അത് ഒരു വെയിറ്റ് ലോസ്, നല്ല രീതിയിലൊരു ഭാരം കുറയാൻ കാരണമാകുള്ളൂ. പിന്നെ സ്കിന്നിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസ്, പ്രധാനമായിട്ടും മുഖക്കുരു, വലിയതും വേദനയുള്ളതുമായ മുഖക്കുരു PCODക്കാരിൽ സാധാരണമാണ്. അതുപോലെ എക്സസീവ് ഹെയർ ഗ്രോത്ത്, അത് മുഖത്ത് മാത്രമല്ല ചെസ്റ്റിൽ, ബാക്കിലൊക്കെ കുരുക്കളും ഹെയർ ഗ്രോത്തിൻ്റെയും സാന്നിധ്യം PCODക്കാരിൽ ഉണ്ടാകാം. മുഖത്ത്, ചെസ്റ്റിലെല്ലാം ഒരു മെയിൽ പാറ്റേണിൽ പുരുഷന്മാരിൽ വരുന്നത് പോലെ ഹെയർ ഗ്രോത്ത് വരുന്നതും PCODയുടെ ലക്ഷണമാണ്. അത് പുരുഷ ഹോർമോൺ കൂടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എല്ലാ PCODയിലും അത് വരണമെന്ന് നിർബന്ധമില്ല. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയിലെ മുടി കൊഴിച്ചിൽ വല്ലാതെ വരിക, മുടിയുടെ കട്ടി കുറയുക എന്നുള്ളതും PCODയുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒരു ഭാഗമാണ്. അത്ര കോമൺ അല്ലെങ്കിലും അടിവയർ വേദന, ഇടയ്ക്കിടയ്ക്ക് പെൽവിക് പെയിൻ, അനാവശ്യമായിട്ടുള്ള വേദനകൾ വരിക എന്നുള്ളതും PCODയിൽ ചിലപ്പോൾ കാണാറുണ്ട്. ഇനി ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ്. വൈകാരികമായും മാനസികമായും വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ PCOD ഉള്ളവർ അനുഭവിക്കാറുണ്ട്. ഒന്നാമത് മൂഡ് സ്വിങ്സ് ആണ്. അതായത് പലതരത്തിലുള്ള ആങ്സൈറ്റികൾ, ദേഷ്യം, ഡിപ്രഷൻ, ഇതിലൂടെയൊക്കെ ഒരു മൂഡ് ഇൻസ്റ്റെബിലിറ്റിയിലൂടെ അവർ കടന്നു പോകാറുണ്ട്. ഏത് തരത്തിലാണ് നമ്മുടെ മാനസികാവസ്ഥ ഓരോ അവസ്ഥയിലും പ്രതികരിക്കുക എന്നുള്ളത് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരാറുണ്ട്. അതുപോലെ ഒരു ലോ സെൽഫ് എസ്റ്റീം, ഒരു സ്വയം ആത്മവിശ്വാസക്കുറവ്, അതായത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും അമിതവണ്ണം, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബോഡി ഇമേജ് അവർക്ക് പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്.
അതിനോടൊപ്പം മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആകുമ്പോൾ ഒരു വളരെ കോൺഫിഡൻസ് കുറഞ്ഞ ലെവലിലേക്ക് PCOD ഉള്ളവർ മാറാറുണ്ട്. ഈ മെറ്റബോളിക് ചേഞ്ചസ് നമ്മൾ പറഞ്ഞു ദഹന പ്രക്രിയയും കൂടെ ഉൾപ്പെടുന്ന ഒരു അസുഖമാണ് PCOD എന്നുള്ളത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം. നമുക്ക് സ്കിന്നിന് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിലും ഈ തരത്തിലുള്ള അമിതവണ്ണം ആണെങ്കിലും ഇൻസുലിൻ കൂടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻസുലിൻ്റെ മാറ്റം കൊണ്ട് തന്നെ ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, പ്രമേഹം വരാനുള്ള സാധ്യതയും PCOD തുടർന്ന് നിൽക്കുന്നവർക്കുണ്ടാകാം. അതുപോലെ പലതരത്തിലുള്ള ക്രേവിങ്സ്, അതും ഇതും കഴിക്കണമെന്നും ഒരുപാട് മധുരം കഴിക്കണമെന്നും എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കൊതി വരാറുള്ളത് സാധാരണമാണ്. ഒരുപാട് മധുരം കഴിക്കണമെന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മധുരം കഴിക്കണമെന്നും ഒക്കെ ഇവർക്ക് തോന്നാറുണ്ട്. എന്നാൽ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചും അമിതമായ ക്ഷീണമാണ് ഇതിൻ്റെ വേറൊരു ലക്ഷണമായിട്ട് ഇവർ പറയാറ്. അതുപോലെ ഷുഗറിലും നമ്മുടെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിലും ശരീരത്തിലെ ഇൻസുലിനും വരുന്ന ഈ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് തരത്തിലുള്ള മെറ്റബോളിക് അസുഖങ്ങൾ അവർക്കുണ്ടാകാം. അതായത് ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടാകാം, ഹൈ ബ്ലഡ് പ്രഷർ, BP കൂടുക, കൊളസ്ട്രോൾ ലെവൽ കൂടുക, അതുപോലെ വണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു മെറ്റബോളിക് ചേഞ്ചസിൻ്റെ ഭാഗമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള താമസം, അതായത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതും ഇത് PCOD പ്രശ്നമാണ്. പ്രഗ്നൻസി ആയാലും റെക്കറൻ്റ് ആയിട്ടുള്ള അബോർഷൻസിൻ്റെ സാധ്യത കൂടുക എന്നുള്ളതും PCODയുടെ ഭാഗമാണ്. കാരണം കൃത്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓവുലേഷൻ, അണ്ടം അവിടെ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ചലഞ്ചസും നമുക്ക് വരാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആർത്തവത്തിന്, നമ്മുടെ മെറ്റബോളിസത്തിൽ, നമ്മുടെ സാധാരണയുള്ള മാനസിക പ്രശ്നങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് കാണുമ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരുപാട് അസുഖത്തിലേക്കും ഒരുപാട് ലക്ഷണത്തിലേക്കും പോകാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി. തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ PCODയെ വളരെ കൃത്യമായിട്ട് നമുക്ക് പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം തന്നെയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിലേക്ക് അവർ മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ സ്ഥിരമായി കഴിക്കാറുള്ള ഭക്ഷണങ്ങളെല്ലാം മാറ്റി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കാറുള്ള മുഴുവൻ ധാന്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെയുള്ള നല്ല പ്രോട്ടീൻ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. പ്രോസസ്ഡ് ഫുഡുകൾ, അത് ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മൈദ പ്രൊഡക്റ്റുകളും ബേക്കറി പലഹാരങ്ങളും മധുരം കൂടി നിൽക്കുന്ന എല്ലാ ഐറ്റംസും ഒഴിവാക്കുക, അല്ലെങ്കിൽ തീരെ കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒരുപാട് നാരുകളടങ്ങിയ ഭക്ഷണം നമ്മളെ ഹോർമോൺസിനെയും മെറ്റബോളിസത്തെയും ഒക്കെ വളരെ കൃത്യമാക്കാൻ സഹായിക്കും. അതുപോലെ ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ, ഒരുപാട് ലെൻറ്റിൽസ്, അതായത് ഓട്സ് പോലത്തെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനുപയോഗിക്കാം. ഇത് ഇൻസുലിൻ്റെ അളവ് ക്രമപ്പെടുത്താനും ഡൈജസ്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. എക്സസൈസിന് വളരെ പ്രധാന പങ്ക് PCOD മാനേജ്മെൻറ്റിലുണ്ട്. വളരെ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യാമെന്നുള്ളത് പ്രധാനമാണ്. എയറോബിക് എക്സസൈസ്, അതായത് ആക്ടിവിറ്റീസിലായി സൈക്ലിംഗ് ആവാം, നടത്തമാവാം, സ്വിമ്മിങ്, ഇതെല്ലാം ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും ശരീരം വേർക്കുന്ന രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം വളരെ മെച്ചപ്പെടുകയും ഇത്തരത്തിലുള്ള ഹോർമോണൽ മാറ്റങ്ങളെ ശരീരത്തിന് തന്നെ സ്വയം മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. യോഗ പോലെയുള്ള ഒരുപാട് സ്ട്രെച്ചിങ് വരുന്ന എക്സസൈസുകളും ഗ്ലാൻഡുകളെ, നമ്മുടെ ഓവറി, തൈറോയ്ഡ് പോലെയുള്ള ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അത് ഹോർമോണൽ കൺട്രോൾ ശരീരത്തിന് വേഗം വരുത്താനും യോഗ പോലെയുള്ള കാര്യങ്ങൾ സഹായിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാതെ തടി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാതെ 3-4 മാസം കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമേ നമുക്ക് PCODയിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല എന്നുകൂടെ ഓർമ്മിക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് ശരീരഭാരം നിയന്ത്രിക്കുക തന്നെയാണ് PCODയിലെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വഴി. അതായത് നമ്മളൊരു 10% അല്ലെങ്കിൽ 5% വെയിറ്റ് കുറച്ചാൽ തന്നെ പീരീഡ്സ് എല്ലാം കൃത്യമായിട്ട് വന്നു തുടങ്ങും. അതായത് ഒരു 70 കിലോ ഉള്ള ഒരു ആൾ 7 കിലോ കുറച്ചാൽ, അത് 1-2 മാസങ്ങൾ കൊണ്ടല്ല, ഒരു 6 മാസമോ 1 വർഷമോ എടുത്തിട്ട് ഒരു 7 കിലോ കുറച്ചാൽ തന്നെ പീരീഡ്സ്, ഇത്തരത്തിലുള്ള PCOD മാറ്റങ്ങൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്ട്രെസ്സും PCODയുടെ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിലും PCODക്ക് വളരെ കൃത്യമായിട്ടൊരു പങ്കുണ്ട്.
ജീവിതത്തിൻ്റെയും ജോലിയുടെയും തിരക്കുകൾ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും അതിനെ കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് കുറച്ചുകൂടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻസ്, ബ്രീത്തിങ് എക്സസൈസ്, നല്ല ഉറക്കം. ഇതെല്ലാം സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഇന്ന് PCODക്ക് വേണ്ടിയുണ്ട്. ഹെർബൽ സപ്ലിമെൻറ്റ്സ്, അതായത് അശ്വഗന്ധ, മഞ്ഞൾ, ഉലുവ പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഓരോ PCOD വെറൈറ്റിക്ക് അനുസരിച്ചും മരുന്നുകളിൽ വ്യത്യാസം ഉണ്ടാകാം. വളരെ ഹെർബലായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് PCODനെ വളരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ വൈറ്റമിൻ D, omega-3 ഫാറ്റി ആസിഡ്സ് പോലെയുള്ള ഡെഫിഷ്യൻസികളും കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും സാധിക്കണം. വൈറ്റമിൻ D വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളിൽ. അതായത് പലതരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കുറയ്ക്കാനും വൈറ്റമിൻ Dയുടെ സാന്നിധ്യം വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്, ഫിഷ് ഓയിൽ, അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലാക്സീഡ് ഓയിൽ, ഇതെല്ലാം PCODയുടെ ഹോർമോണൽ ചേഞ്ചിനെ പ്രോഗ്രസ് ചെയ്യാതെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ PCOD വളരെ നേരത്തെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഹൃദയവൈകല്യങ്ങളാവട്ടെ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ പോലെയുള്ള നമുക്ക് എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട രീതിയിലുള്ള നമ്മുടെ ശരീരത്തിന് മൊത്തം മാറ്റം വരുന്ന തരത്തിലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ PCODയെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കുക, അതിനെ വളരെ നാച്ചുറലായിട്ട് മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ PCODയിൽ വളരെ കൃത്യമായ ആയുർവേദ ചികിത്സ ഇന്ന് ലഭ്യമാണ്. PCODയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് PCODയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.